ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। हरे कृष्ण हरि ओम तत्सत। ചൈതന്യ ചരിതാമൃത മധ്യലീല 9ാമത് അധ്യായം 124ാമത്തെ ശ്ലോകം മുതൽ. ശ്രുതിപായ ലക്ഷ്മീനാപായ ഇതേഖി കാരണ ഭട്ടാകയേ പ്രവേശിതേ നാരമോരമന നാരമോൻ श्रुतिपाय लक्ष्मीनापाय इतेकी कारण भट्टा कहे इहा प्रवेशिते नारे मोरामना. Having been asked by Chaitanya Mahaprabhu why the goddess of fortune could not enter into the rasa dance, whereas the authorities of Vedic knowledge could, Venkata replied, I cannot enter into the mysteries of this behavior. അപ്പോൾ ഇത്രയും ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വെങ്കട്ഭട്ട ഏകദേശം മറുപടി പറഞ്ഞു. എന്തുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ലക്ഷ്മി ചേസ്റ്റ് ലേഡിയാണ്, നാരായണൻ്റെയാണ്, നാരായണനും കൃഷ്ണനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എല്ലാം കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഈ ചോദ്യത്തിന് വെങ്കട്ഭട്ടയ്ക്ക് ആൻസർ ഇല്ല. എന്താണ് ചോദിക്കുന്നത്? ശ്രുതിചാരി ഗോപികൾ അവർക്കൊക്കെ എൻ്റർ ചെയ്യാൻ പറ്റി, ഓക്കെ, വേദ പേഴ്സണിഫൈഡ്. പക്ഷേ ലക്ഷ്മി ദേവിക്ക് രാസ ഡാൻസിൽ അവിടെ പ്രവേശനം കിട്ടിയില്ല. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ വെങ്കട്ഭട്ട എന്താണ് പറയുന്നത്? ഐ കനോട്ട് എൻ്റർ ഇൻ ടു ദ മിസ്റ്ററീസ് ഓഫ് ദിസ് ബിഹേവിയർ. ഈ മിസ്റ്ററീസ്, ഇതിന്റെ ഗൂഢതലത്തിലുള്ള കാര്യങ്ങളെ പറ്റി എനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അമി ജീവ ക്ഷുദ്ര ബുദ്ധി സഹാജെ അസ്ഥിരാം ഈശ്വര ലീല കോട്ടി സമുദ്ര ഗംഭീര. आमी जीव क्षुद्र बुद्धि सहजे अस्थिरा ഈശ്വരേര ലീല കോടി സമുദ്ര ഗംഭീര. എന്താണ് പറയുന്നത്? വെങ്കട്ഭട്ട പറയാണ്, വെങ്കട്ഭട്ട then said, I am an ordinary human being. Since my intelligence is very limited and I am easily agitated, my mind cannot enter within the deep ocean of pastimes of the Lord. അപ്പോൾ വെങ്കട്ഭട്ട അവിടെ പറയുന്നത്, ഞാനൊരു സാധാരണ മനുഷ്യരാണ്, എൻ്റെ ബുദ്ധി വളരെ ലിമിറ്റഡ് ആണ്. നമ്മളാണെങ്കിൽ എന്താ പറയുക? വെങ്കട്ഭട്ട ആ തലത്തിലുള്ളൊരു ഭക്തനാണ് പറയുന്നത്, എൻ്റെ ബുദ്ധി ലിമിറ്റഡ് ആണ്. എനിക്കെല്ലാം അറിയാം അല്ലേ? നമ്മൾ ഭഗവത്ഗീത വല്ലവരോടും വായിച്ചിട്ടുണ്ടോ? ഓ, ഭഗവത്ഗീത എല്ലാം നമുക്കറിയാം. അയ്യോ, എത്ര സീരിയലിൽ കാണുന്ന അല്ലേ, ഭഗവാൻ അങ്ങനെയല്ലേ എങ്ങനെയല്ലേ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ തർക്കിക്കാൻ വരും. ഭഗവാൻ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ. അപ്പൊ ഇവിടെ വെങ്കട്ഭട്ടയും കൂടി പറയുന്നു, എനിക്ക് എൻ്റെ ബുദ്ധി വളരെ ലിമിറ്റഡ് ആണ്, എനിക്ക് ഭഗവാന്റെ കാര്യങ്ങളുടെ സീക്രട്സ്, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും പാസ്റ്റ് ടൈംസ് ഒന്നും എനിക്ക് അറിയാനുള്ള
ബുദ്ധിയില്ല, വെരി ലിമിറ്റഡ്. ആൻഡ് ഐ എം ഈസിലി അജിറ്റേറ്റഡ്. എന്താണ് അജിറ്റേറ്റഡ്? എൻ്റെ സെൻസസ്, എൻ്റെ ഇന്ദ്രിയങ്ങള് പെട്ടെന്ന് അത് ഉത്തേജിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ബുദ്ധി, സെൻസസ് കൂടുതൽ ഉത്തേജിക്കപ്പെട്ട എന്താണ്? ബുദ്ധി നശിക്കും, അല്ലെ? മൈ മൈൻഡ് കനോട്ട് എൻ്റർ വിത്ത് ദ ഡീപ് ഓഷൻ ഓഫ് ദ പാസ്റ്റ് ടൈംസ് ഓഫ് ലോർഡ്. ഭഗവാന്റെ ലീലകളുടെ ആ നിഗൂഢമായിട്ടുള്ള ആ ലീലകളുടെ എനിക്ക് അവിടുത്തെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. तुम्ही साक्षात से कृष्ण जाना निज कर्म, यारे जाना से जाने तो हमारा लीला मर्मा. तुम्ही साक्षात से कृष्ण जाना निज कर्म, यारे जाना से जाने तुम्हारा लीला मर्मा. You are the Supreme Personality of God, Krishna himself. You know the purport of your activities, and the person whom you enlighten can also understand your past. വെങ്കട് ഭട്ടിന് മനസ്സിലായി, അതായത് ചൈതന്യ മഹാപ്രഭു സാധാരണ വ്യക്തിയല്ല, സ്വയം ഭഗവാനാണ്, പൂർണ്ണ പുരുഷോത്തമ ഭഗവാനാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്, പരമസത്യമാണ്. ഈ കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് അങ്ങക്ക് മാത്രമേ ഈ ആക്ടിവിറ്റീസ്, ഈ രാസലീലയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് you enlighten can and the person whom you enlighten can also understand your past. ആരെയാണോ അങ്ങ് എംപവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്കും ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. അല്ല, അങ്ങയുടെ ആ ഒരു ബ്ലെസ്സിങ്സ് ഇല്ലാണ്ട്, അനുഗ്രഹം ഇല്ലാണ്ട് ഇതൊന്നും സാധാരണ വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. The Supreme Personality of Godhead Krishna and his pastimes cannot be understood by blunt material senses. ഏതാണ് ശ്ലോകം? രൂപഗോസ്വാമിയുടെ. അതായത് ഭഗവാന്റെ ലീലകളൊന്നും നമ്മളുടെ ബ്ലണ്ട് മെറ്റീരിയൽ സെൻസസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ശ്രീകൃഷ്ണ നാമാദികളാണ്. എന്താ മാധുജി എന്താ പറഞ്ഞ? മംഗളമാതാജി എന്താ പറഞ്ഞേ? ഗ്രാഹ്യമിന്ദ്രിയേതെന്നൊക്കെ പറഞ്ഞിട്ടൊരു ശ്ലോകല്ലേ പ്രഭു? അത്തഃ ശ്രീകൃഷ്ണ നാമാദി ന ഗ്രാഹ്യമിന്ദ്രിയേ സേവോന്മുഖേ ജീവാദോ സ്വയം ഏവ സ്ഫുരതി. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അഥ ശ്രീകൃഷ്ണ നാമ ആദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയ, നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. എങ്ങനെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ? സേവോന്മുഖേ ജീവാദു, സേവ ചെയ്യണം. ജീവ, നാവ് കൊണ്ട് സേവ ചെയ്യണം. അങ്ങനെ നാവിന്റെ സേവ എന്താണ്? ഭഗവാന്റെ ലീലകള് സ്തുതിക്കുക, നാമം ജപിക്കുക എന്നീ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് മാത്രമാണ് നമുക്ക് ഭഗവാനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. One has to purify the senses by rendering transcendental loving service unto the Lord. അപ്പോ നമ്മളുടെ സെൻസസിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ശിക്ഷാശകത്തിൽ എന്താണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്? ചേതോദർപ്പണമാർജനം, അല്ലേ? ചേതോദർപ്പണമാർജനം ഭവമഹാഗ്നി നിർവാഹം. അങ്ങനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഭഗവാന്റെ ലവിങ് ഡിവോഷൻ സർവീസിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. When the Lord is pleased and reveals himself, one can understand the transcendental form, name, qualities and pastimes of the Lord. ഇത് കഠോപനിഷത്ത് 2.23 ആൻഡ് മുണ്ടകോപനിഷത്ത് 3.2.3 ഇതിന്റെ യം വൈശ വൃണുതേ തേന ലഭ്യസ്തസ്യേഷ ആത്മ വിവൃണുതേ തനും സ്വാം. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങള് ശുദ്ധീകരിക്കാം. ശുദ്ധീകരിച്ചാൽ നമുക്ക് ഭഗവാൻ സ്വയം വെളിപ്പെടുത്തി തരും. അങ്ങനെ ഭഗവാന്റെ ഗുണരൂപ ലീല നാമത്തിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Anyone who is favored by the Supreme Personality of Godhead can understand his transcendental name, qualities and past forms and pastimes. അപ്പൊ ഭഗവാന്റെ ആ അനുഗ്രഹം, ആ ഫേവർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ നാമം, ഗുണം, ലീല, രൂപം ഇതിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാണ്ട് സ്വന്തം
ഇന്ദ്രിയങ്ങളെ കൊണ്ട് സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് ഭഗവാനെ ശ്രമിക്കുന്നത് എന്തിന് തുല്യമാണ്? അത് ഏത് പ്രോസസ്സാണ്? ജ്ഞാനികളുടെ പ്രോസസ്സാണ് അല്ലെ? ജ്ഞാനികളുടെ പ്രോസസ്സ് പറഞ്ഞാൽ ഇറ്റ് ഈസ് അസെൻഡിങ് പ്രോസസ്, ഇൻഡക്റ്റീവ് പ്രോസസ്. മറ്റേതെന്താ? ഡിഡക്റ്റീവ് പ്രോസസ്. അതായത് നമ്മള് ഭക്തന്മാരെന്താ ചെയ്യുക? ഡിഡക്റ്റീവ് പ്രോസസ്സ് സ്വീകരിക്കും. എന്താണ് ഗുരു സാധു ശാസ്ത്ര സമ്പ്രദായം എന്താണ് പറയുന്നത്? ഓത്തന്റിക് ആയിട്ടുള്ള അതോറിറ്റീസ് എന്താണ് പറയുന്നത്? അവര് പറയുന്നത് നമ്മൾ അതേപോലെ നമ്മൾ സ്വീകരിക്കുക. അതാണ് ഡിഡക്റ്റീവ്. ഡിസെൻഡിങ്, അവരോഹണം അല്ലെ? പക്ഷേ ജ്ഞാനമാർഗം എന്ന് പറഞ്ഞാൽ അസെൻഡിങ്. നമ്മൾ റിസർച്ച് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, സ്പെക്യുലേറ്റ് ചെയ്യുക. നമ്മളുടെ സ്വന്തം ശക്തി കൊണ്ട്, സ്വന്തം ബുദ്ധിയുടെ ബലം കൊണ്ട് നമ്മൾ ശ്രമിക്കുക, അറിയാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ അത് നടക്കില്ല എന്ന് രൂപഗോസ്വാമി പറയുന്നു അല്ലേ? അത്തഹ ശ്രീകൃഷ്ണ നാമാതി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയെ. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എത്ര തന്നെ തലട്ട് അടിച്ചാലും ശരി, ഭഗവാന്റെ കൃപ ഇല്ലാണ്ടേ പറ്റില്ല. അതുകൊണ്ട് അസെൻഡിങ് പ്രോസസ് ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് പ്രോസസ്. യു മേ ഓർ യു മേ നോട്ട്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, ചിലപ്പോൾ അറിയും, ചിലപ്പോൾ അറിയില്ല. അപ്പൊ എന്താണ് ശരിക്കുള്ള റൈറ്റ് പ്രോസസ്? എന്താണ്? ഇപ്പോ മെഡിസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ കയ്യിൽ നമുക്ക് കിട്ടണം. ആ ഡോക്ടറെ നമ്മൾ സമീപിക്കുക. അല്ലാണ്ട് നമ്മൾ ഇരുന്നിട്ട് കുറെ അവിടെയും ഇവിടെയും സ്പെക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും പല റിസർച്ച് ചെയ്തും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടും എക്സ്പെരിമെന്റ് ചെയ്തിട്ടും ഒരു മരുന്ന് പല ആൾക്കാരിലും ഇപ്പൊ ഡോക്ടേഴ്സ് ആദ്യമൊക്കെ എങ്ങനെ ചെയ്യാം? ഒരു മരുന്നിനെ ഒരുപാട് ആൾക്കാരിൽ അവർ ടെസ്റ്റ് ചെയ്യും. ഒരുപാട് ജീവികളിൽ, എലികളിലും മുയലും അങ്ങനെയുള്ള ഒരുപാട് ജീവികളിൽ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിന് സക്സസ് വരുമ്പോൾ മാത്രമാണ് അത് ഇവിടെ മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതാണ് ആ ഒരു എക്സ്പെരിമെന്റ് സിസ്റ്റം. അത് ചിലപ്പോ ശരിയാവാം, ശരിയാവാതിരിക്കാം, സക്സസ് ആവാം, സക്സസ് ആവാതിരിക്കാം. നമുക്ക് എന്തിനാ ഇത്ര തല പൊളിയേണ്ട ആവശ്യം? ആചാര്യന്മാർ പറയുന്നുണ്ട് ദിസ് ഈസ് ദ പ്രോസസ്. ഈ മരുന്ന് ഏൽക്കും, അതുകൊണ്ട് അക്സെപ്റ്റ് വേണ്ടു. ഓക്കെ, രാമാനുജാചാര്യ പറയുന്ന പോലെ കുരങ്ങൻ തൻ്റെ കുട്ടിയെ കൊണ്ടുവന്നതും പൂച്ച തൻ്റെ കുട്ടിയെ കൊണ്ടുവന്നതും രണ്ടും വ്യത്യസ്ത രീതിയിലാണ്. രണ്ടും ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. പൂച്ചക്കുട്ടിക്ക് എന്താണ്? പൂച്ചയ്ക്ക് ഒന്നും ചെയ്യേണ്ടാവില്ല, ഒന്നും മറുകേണ്ട ആവശ്യമില്ല. അമ്മ പൂച്ച അതിനെ കടിച്ച് പിടിച്ചിട്ട് പതുക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കും. ഒന്നും യാതൊരു എഫർട്ടും ഇല്ല. പക്ഷെ നേരെ മറിച്ച് കുരങ്ങന്റെ കുട്ടി ആ അമ്മ കുരങ്ങനെ മുറുക്കി പിടിക്കണം, കയ്യെന്ന് വിട്ടാൽ പോയി വീഴുന്നു അല്ലേ? അപ്പോൾ എഫർട്ട് ആരാണ് എടുക്കുന്നത്? കുരങ്ങന്റെ കുട്ടി. പൂച്ചയുടെ കുട്ടിക്ക് എഫർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഭക്തിയോഗ ഭക്തന്മാർക്ക് ഒന്നും ഒരു എഫർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ അമ്മയ്ക്കാണ്ട് സമർപ്പണം ചെയ്താൽ മതി. യു ടേക്ക് കെയർ ഓഫ്. ഒരു അച്ഛൻ മകനെ ബിസി ആയിട്ടുള്ള റോഡ് ക്രോസ് ചെയ്യാണ്. മകൻ എന്താണ്? അച്ഛനിൽ പൂർണ്ണമായിട്ട് സമർപ്പണം, അച്ഛനെ വിശ്വസിക്കുക. ഓക്കെ, അച്ഛൻ എല്ലാം നോക്കി നിർത്തും, കയ്യും മുറുക്കി പിടിച്ചിട്ട് വളരെ ട്രാഫിക്കുള്ള ഒരു റോഡ് കൂടെ ക്രോസ് ചെയ്യാൻ അച്ഛൻ ഒരു പേടിയില്ലാണ്ട് കുട്ടി ക്രോസ് ചെയ്യും. അതേസമയത്ത് അച്ഛനില്ലാതെ ഒറ്റയ്ക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമോ കുട്ടിക്ക്? ഇല്ല. കാരണം വലതും നോക്കണം, ട്രാഫിക് അവിടുന്ന് ഇവിടുന്ന് ഇടതും വലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അതിൻ്റെ ഇടയിൽ ആൾക്കാരെ, സ്കൂട്ടർ, കന്നുകാലികൾ ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭക്തിമാർഗം നമ്മള് ഡിസെൻഡിങ് പ്രോസസ്സാണ് ദ ബെസ്റ്റ്. ഒന്നും ചെയ്യേണ്ട, എന്താണോ അതോറിറ്റീസ് പറയുന്നത് ആ പ്രോസസ്സ് സ്വീകരിക്കുക. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പൊ അതാണ് എനിവൺ ഹൂ ഇസ് ഫേവേർഡ് ബൈ ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ് ട്രാൻസൽ നെയിം, ക്വാളിറ്റീസ്, ഫോം ആൻഡ് പാസ്. അപ്പൊ ആ ഒരു ഫേവർ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഗുരു സാധു ശാസ്ത്ര നമ്മൾ ഫോളോ ചെയ്യണം. प्रभु कहे कृष्ण रेखा स्वभावा विलक्षण, स्वमाधुर्य सर्वचिते चित्ता करे आकर्षण. प्रभु कहे कृष्णेर एका स्वभाव विलक्षण, स्वमाधुर्ये सर्वचित्ता करे आकर्षण. The Lord replied that Lord Krishna has a special characteristic. He attracts everyone's heart by the mellow of his personal conjugal love. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറയുന്നു, കൃഷ്ണ ഭഗവാന് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ സ്വഭാവമുണ്ട്. എന്നാണ്? അദ്ദേഹം എല്ലാവരെയും ആകർഷിക്കും. എന്തുകൊണ്ട്? തൻ്റെ മാധുര്യ രസത്തിലുള്ള ആ
മെലോസ്. അതുകൊണ്ട് എല്ലാവരെയും ആകർഷിക്കും എന്നാണ് പറയുന്നത്. വ്രജലോകേര ഭാവേ പയ്യെ താൻഹാര ചരണ താൻ്റെ ഈശ്വര കരി നഹി ജാനെ വ്രജജന. വ്രജലോകേരഭാവേ പായേ താൻഹാരാചരണ താൻരേ ഈശ്വര കരീനാഹി ജാനേ വ്രജജന. By following in the footsteps of the inhabitants of the planet known as Vrajaloka or Goloka, Vrindavana, one can attain the shelter of the lotus feet of Sri Krishna. However, in that planet, the inhabitants do not know that Lord Krishna is the supreme personality of God. എന്താണ് ചൈതന്യ മഹാപ്രഭു ഇന്ന് ഭഗവാന്റെ ആ പന്ഥാവിലൂടെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ, ആ ഫുഡ് സ്റ്റെപ്സ് നമ്മൾ പിന്തുടരുകയാണെങ്കിൽ, അത് എങ്ങനത്തെ സ്ഥലത്തെ വ്രജലോകം അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തില് ഭഗവാന്റെ ആ ആശ്രിതനായിട്ട് ഭഗവാനെ ആശ്രയിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്കത് എല്ലാം ഭഗവാൻ ഏറ്റെടുത്തോളും. പക്ഷെ എന്താണുള്ളത് അവിടെ ഭഗവാനാണ് എന്നുള്ളത് അവിടുത്തെ വാസികൾക്കറിയില്ല. ഇൻ ദാറ്റ് പ്ലാനറ്റ് the inhabitants do not know that Lord Krishna is the supreme personality of God. ആർക്കും അറിയില്ല. അത് ഭഗവാൻ മറച്ചു വെച്ചിരിക്കുകയാണ് പർപ്പസ്ലി. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ആദാൻ പ്രദാൻ, ആ റെസിപ്രിക്കൽ ഡീലിങ്സിന് ആ ഒരു ഇന്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ഭഗവാനാണെന്ന് അറിഞ്ഞാൽ അവിടുത്തെ വാസികളെല്ലാം എങ്ങനെയാണ് പെരുമാറുക? ഐശ്വര്യഭാവത്തിൽ. ഇത് ഭഗവാൻ അറിയാത്തത് കൊണ്ട് ആ ആകർഷണം ഭയങ്കര ആകർഷണമാണ്. അപ്പോൾ ഏത് ഭാവത്തിലും ഭഗവാനായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഭഗവാനാണെന്ന് അറിഞ്ഞെങ്കിൽ ഭഗവാനും അതിന് ബുദ്ധിമുട്ടാണ്. ഭഗവാനും അത് സ്വയം മറക്കുകയാണ്. ഞാൻ ഭഗവാനല്ല, ഞാൻ യശോദ നന്ദയുടെ മകനാണ്, ഈ ഗോപന്മാരുടെ സഖ ആണ്, ഈ ഗോപികളുടെ എന്താ പറയുക കോഞ്ചുകൾ ലവറാണ്. ഈ ഒരു ഭാവം അവിടെ ഭഗവാനും കൂടി വരുന്നത് ഭഗവാൻ സ്വന്തം ഭഗവത്വം മറക്കുന്നു. അതേപോലെ വ്രജവാസികൾക്ക് ഈ ഭാവം വരുന്നത് അവരും മനസ്സിലാക്കുന്നില്ല ഇത് ഭഗവാനാണെന്നുള്ളത്. ഇതാണ് ഈ വ്രജലോകത്തിലെ അല്ലെങ്കിൽ വൃന്ദാവൻ ഗോലോക വൃന്ദാവനത്തിലെ സ്പെഷ്യാലിറ്റി, സ്വഭാവം എന്നാണ് പറയുന്നത്. കേഹ താൻഡ്രേ പുത്രാജ്ഞാനേ ഉദുഖലേ ബന്ധേ കേഹ സഖാജ്ഞാനേ ജീനി ചാടേ താൻഡ്ര ഖണ്ഡേ. കേഹ താൻഡ്രേ പുത്രാജ്ഞാനേ ഉദുഖലേ ബന്ധേ കേഹ സഖാജ്ഞാനേ ജീനി ചാടേ താൻഡ്ര ഖണ്ഡേ. There someone may accept him as a son and sometimes bind him to grinding water. യശോദമായ ഭഗവാനെ ഒരിൽ കെട്ടിട്ടു. ഓക്കെ, ഭഗവാനാണെന്ന് അറിഞ്ഞെങ്കിൽ കെട്ടിടോ? കെട്ടിയില്ല. യശോദമ്മയ്ക്ക് എന്താ അറിയാം? ഇത് എൻ്റെ മകനാണ്, എൻ്റെ മകൻ കുസൃതി കാണിക്കുന്നു, അവനെ നേരെയാക്കണം, കറക്റ്റ് ചെയ്യണം. ആ ശിക്ഷയിൽ കൂടെയാണ് അങ്ങനെ ചെറിയ ചെറിയ പണിഷ്മെന്റ് കൊടുത്തിട്ട് കാണിച്ച നാളെ നല്ലൊരു പൗരനായിട്ട് വരേണ്ട ആളാണ്. ഓക്കെ, ഇപ്പൊ തന്നെ മോഷണം കാര്യങ്ങളൊക്കെ ശീലിച്ച് തുടങ്ങിയാൽ വലുതായാൽ എത്ര വലിയ മോഷണം ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ തന്നെ അവനെ കറക്റ്റ് ചെയ്യണം എന്നുള്ള ആ മനോഭാവത്തോടു കൂടിയാണ് തൻ്റെ മകനെ ശിക്ഷിക്കുന്നത്. അവിടെ ഭഗവാനല്ല ശിക്ഷിക്കുന്നത്, ഭഗവാനാണെന്ന് അറിയില്ല. ഭഗവാനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന പല പല ലീലകളിൽ കൂടിയും മനസ്സിൽ, പക്ഷേ ഉടനെ തന്നെ അത് മറക്കുകയാണ്. എന്നാൽ മാത്രമേ വാത്സല്യഭാവം ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ തൻ്റെ മകനെ ശിക്ഷിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്? കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഭാവിയില് ഒരു നല്ലൊരു പൗരനായിട്ട്, നല്ലൊരു സിവിലൈസ്ഡ് മാനായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ഭക്തനായിട്ട് വളരണം. അതിനുവേണ്ടി ഇപ്പൊ തന്നെ ആ ചെറിയ ചെറിയ കുസൃതികളൊക്കെ നമ്മൾ ഇല്ലാതാക്കണം. ഒരുപാട് കംപ്ലൈൻറ്റ്സ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് യശോദമായ. someone else may accept him as an intimate friend. തൻ്റെ കൂടെ പഠിച്ച ആൾക്കാരുണ്ട്, കളിക്കുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാം സഖാക്കളാക്കിയിട്ടാണ്. സഖാക്കൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ആയിട്ട്. ഓക്കെ, അവിടെ നീ വലുത് ഞാൻ വലുതെന്നുള്ള ഒരു കോമ്പറ്റീഷനാണ്. അങ്ങനെയാണ് അവരുടെ പെരുമാറ്റം. അവിടെ ഭഗവാനാണെന്ന് ആരും വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഭഗവാനാണെന്ന് വിചാരിച്ചാൽ ഈ ഫ്രണ്ട്ഷിപ്പ് നടക്കില്ല. അർജുനൻ തന്നെ ഭഗവാൻ 11-ാമത്തെ അധ്യായത്തില് വിരാട് രൂപം കാണിച്ച, വിശ്വരൂപം കാണിച്ചപ്പോ അർജുനനാകെ പതറി. അയ്യോ, ഈ ഭഗവാനെയാണോ ഞാൻ ഇത്രയും കാലം സഖാവായിട്ട്, അതായത് ഫ്രണ്ടായിട്ട് കരുതിയിരുന്നത്? എടാ പോടാ എന്നുള്ള ആ ഒരു ഇതില് കാഷ്വലായിട്ട് ഞാൻ ഡീൽ ചെയ്തിരുന്നത്. എത്ര പാപം എനിക്ക് കിട്ടും, ഞാൻ എത്ര താഴ്ന്ന നിലയിലുള്ള ആളാണെന്നെല്ലാം
അർജുനൻ തന്നെ തുടങ്ങി ഈ വിരാട്. പിന്നീട് അതിന് ശേഷം വീണ്ടും ഭഗവാൻ ആ യോഗമായ കണ്ടിട്ടുണ്ട്. ഭഗവാൻ പഴയ രീതിയിലേക്ക്, അർജുനൻ പഴയ രീതിയിലേക്ക് വന്നു. അപ്പൊ ഭഗവാനാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കില്ല. അവിടെ ഐശ്വര്യഭാവം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് വൈകുണ്ഠത്തില് ഐശ്വര്യഭാവമാണ് എല്ലാവരും, ദാസ്യഭാവം, ശാന്തഭാവം. ആൻഡ് അറ്റൈനിങ് വിക്ടറി ഓവർ ഹിം പ്ലേഫുള്ളി മൗണ്ട് ഹിസ് ഷോൾഡേഴ്സ്. ഓക്കെ, വളരെ കളിച്ച് തോളിലും കൈയിട്ട് കൂട്ടുകാരൻ എങ്ങനെയാണ് പെരുമാറുന്നത് അതേപോലെയാണ് ഭഗവാൻ തൻ്റെ സഖാക്കളോട് വൃന്ദാവനത്തിൽ പെരുമാറുന്നത്. ഒരാൾക്കും അറിയില്ല. ഇനിയിപ്പോൾ അഥവാ ഭഗവാൻ പറയാണ് ഞാൻ ഭഗവാനാണ്, ഞാൻ പരമസത്യമാണ്, അവർ വിശ്വസിക്കില്ല. അങ്ങനെയാണ് അവിടുത്തെ അവിടുത്തെ ആ രീതി. വ്രജേന്ദ്രനന്ദന ബലി താൻഡേ ജാനേ വ്രജജന ഐശ്വര്യജ്ഞാനേ നാഹി കോന സംബന്ധ മനന. ब्रजेन्द्र नंदन बलि तांड्रे जाने व्रजजन ऐश्वर्य ज्ञाने नहि कोना संबंध मानना. The inhabitants of Vrajabhumi know Krishna as a son of Maharaja Nanda, the king of Vrajabhumi. അപ്പോൾ വ്രജവാസികള് കൃഷ്ണൻ എന്തായിട്ട് അറിയുന്നത്? നന്ദ മഹാരാജാവിന്റെയും യശോദമയുടെയും മകനായിട്ട്. ആരാണ് നന്ദ മഹാരാജൻ? കിങ് ഓഫ് വ്രജഭൂമി, വ്രജഭൂമിയിലത്തെ രാജാവാണ്. ആൻഡ് ദേ കൺസിഡർ ദാറ്റ് എന്തുകൊണ്ട് വൈശ്യരുടെ അവിടുത്തെ പ്രധാനപ്പെട്ട അവരെന്താണ് ജോലി ചെയ്യുന്നത്? പശുക്കളെ നോക്കുന്നു, പാല്, അതിന്റെ ബിസിനസ്സാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ രാജാവാണ്. അതുകൊണ്ടാണ് ടാക്സ് കൊടുക്കണം. ഇതെല്ലാം കംസന്റെ കീഴിലാണ് ഈ സ്ഥലമെല്ലാം. അപ്പോൾ നന്ദ മഹാരാജാവിന് ടാക്സ് കൊടുക്കണം കംസന്. ടാക്സ് കൊടുക്കാൻ പോവും അല്ലേ? ഈ കിങ് ഓഫ് വ്രജഭൂമി. ആൻഡ് ദേ കൺസിഡർ ദാറ്റ് ദേ ക്യാൻ ഹാവ് നോ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ് ഇൻ ദ രാസ ഓഫ് പ്രിൻസ്. അപ്പോൾ ഐശ്വര്യഭാവത്തില് അവർക്ക് യാതൊരു ബന്ധവുമില്ല ഭഗവാനായിട്ട്. അവര് തൻ്റെ പുത്രനായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ലവറായിട്ടോ മാത്രമേ കാണുന്നുള്ളൂ. അതാണ് മെയിൻ ആയിട്ടുള്ളത്. വ്രജലോകേര ഭാവേയേ കരയേ ഭജനാം സേജന പായ വ്രജേ വ്രജേന്ദ്ര നന്ദന. वृद्धलोकेर भावे करये भजना से जनपाया व्रजे व्रजेन्द्र नंदना. One who worships the Lord by following the footsteps of the inhabitants of Vrajabhumi attains him in the transil planet of Vraja, where he is known as the son of Maharaja Nanda. അപ്പൊ അതുകൊണ്ട് വ്രജവാസികളുടെ ആ മൂഡില് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് കിട്ടും? അവിടെ ഗോലോക വൃന്ദാവനം കിട്ടും. അവിടെ എന്താണ്? വ്രജേന്ദ്ര നന്ദൻ എന്നുള്ള പേരിലാണ് ഭഗവാൻ അറിയുന്നത്. അപ്പൊ വ്രജത്തിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ആരുടെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം? വ്രജവാസികളുടെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്താലേ നമുക്ക് ആ ഗോലോക വൃന്ദാവനത്തിൽ എത്താൻ പറ്റൂ. The inhabitants of Vrajabhumi or Goloka Vrindavana know Krishna as the son of Maharaja Nanda. They do not accept him as the Supreme Personality of Godhead as people in general do. അപ്പോൾ വൃന്ദാവനത്തിൽ പോയാൽ എന്താ പറയാ? ആൾക്കാര് എൻ്റെ കൃഷ്ണനാണ്, എൻ്റെ രാധയാണ്, ഭഗവാൻ എന്ന് പറയില്ല. ലാഡ്ലി പ്രിയപ്പെട്ടവൻ, പുത്രി, അങ്ങനെയല്ലേ? ലാഡ്ലി അങ്ങനെ. അപ്പൊ അവരുടെ ആ മനോഭാവം, അവരുടെ റിലേഷൻ വൈകുണ്ഠത്തിലുള്ള ആ റിലേഷൻഷിപ്പ് അല്ല, ഐശ്വര്യഭാവമല്ല. The Lord is the supreme maintainer of everyone and the chief personality among all the personalities. ഭഗവാനാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ഈസ് ദ ചീഫ് പേഴ്സണാലിറ്റി. ചീഫാണ് എല്ലാ പേഴ്സണാലിറ്റീസിലും. നിത്യോ നിത്യാനാം ചേതനാനാം. അപ്പൊ അതാണ് ഭഗവാന്റേത്. നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഭഗവാനെ ഇതാവുമ്പോ ഐ ആം യുവേഴ്സ്, ഞാൻ ഭഗവാന്റെയാണ്. അത് കുറച്ചും കൂടിയും അതിന്റെ ഇന്റൻസിറ്റി കൂടിയാൽ ഭഗവാൻ എൻ്റേതാണ്.
അത് മാറി. ഇപ്പൊ ഞാൻ ഭഗവാന്റെയാണ്. എല്ലാവരും ഞാൻ ഭഗവാനാണ്, ഭഗവാന് വേണ്ടി സേവ ചെയ്യണം. പക്ഷെ പിന്നെ ഒരു ഇത് വരും, കുറച്ചും കൂടി ഇത് വരുമ്പോൾ നമ്മളുടെ ഇന്റൻസിറ്റി കൂടുമ്പോൾ, ആ റിലേഷൻഷിപ്പിന്റെ ആ സ്ട്രെങ്ത് കൂടുമ്പോൾ കൃഷ്ണ ഈസ് മൈൻ, ഭഗവാൻ എൻ്റെതാണ്, വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. എല്ലാവരും അത് തന്നെയാണ്. എല്ലാവരും അതേപോലെ ആഗ്രഹിക്കുന്നത്, എല്ലാവർക്കും കൃഷ്ണനെ കിട്ടും ചെയ്യും. വ്രജഗോപികള് ഓക്കെ, ഓരോരുത്തരുടെ കൂടെയും ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നു. അവരെന്താണ്, കൃഷ്ണ ഈസ് മൈൻ, സോ പൊസസീവ്, എന്നെ മാത്രം. ആ ഒരു പൊസസീവ്നെസ് ഉണ്ടായിരിക്കും. ഐ ഡോണ്ട് ടു ഷെയർ, ഹീസ് മൈൻ അലോ. അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്യും ആ പ്രേമബന്ധം, സ്നേഹബന്ധം. So the Lord is the supreme maintainer of everyone and the chief personality among all personalities. In Rajabhumi, Krishna is certainly the central point of love, but no one knows him there as the supreme personality of God. Rajabhumiile എല്ലാവരും എന്താണ് സെൻട്രൽ പോയിന്റ്? ആരാണ് സെൻട്രൽ പോയിന്റ്? കൃഷ്ണ is സെൻട്രൽ പോയിന്റ്. ആരും ആ കൃഷ്ണനെ ഭഗവാനായിട്ട് കാണുന്നില്ല. അതാണ് അതിന്റെ വലിയ ഒരു മഹത്വം. ചില ആൾക്കാര് ഫ്രണ്ട്സ് ആയിട്ട്, ചില ആൾക്കാര് ലവറായിട്ട്, ചില ആൾക്കാര് പാരന്റായിട്ട്, ഇങ്ങനെയാണ്. ഈ ഭാവത്തിനാണ് എല്ലാവരും കാണുന്നത്. അതായത് സഖ്യ, വാത്സല്യ, മാധുര്യ ഭാവത്തിനാണ് ഭഗവാനെ കാണുന്നത്. Rather, a person may know him as a friend, son, lover or master. In any case, the center is Krishna. എങ്ങനെ ഏത് ബന്ധമാണെങ്കിലും ശരി, നമ്മുടെ മധ്യ, നമ്മുടെ ലൈഫിന്റെ മധ്യ ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. The inhabitants of Rajabhumi are related to the Lord in servitude, friendship, parental love and conjugal love. അപ്പൊ എന്താണ്? 4 രസം മാത്രമാണ് ഇപ്പൊ പറയുന്നത്. ശാന്തഭാവത്തിന് അവിടെ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ദാസ്യഭാവം, സഖ്യഭാവം, വാത്സല്യഭാവം, മാധുര്യഭാവം. So a person engaged in devotional service may accept any one of these transcendental relationships, which are known as melos. Rasam, sorry, melos. When such a person reaches the perfectional stage, he returns home back to Krishna in his pure spiritual identity. അപ്പോൾ ഇതില് നമ്മുടെ പെർഫെക്ഷൻ, പക്വത, പൂർണ്ണത വരുമ്പോൾ മാത്രമാണ് നമ്മൾ തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് പോവുക, ഹോം ബാക്ക് ടു ഗോഡ്. എന്താ? നമ്മുടെ സ്വരൂപത്തിൽ സ്പിരിച്വൽ ഐഡന്റിറ്റി നമ്മുടെ സ്വരൂപമാണ്. അപ്പൊ നമ്മളെ ആധ്യാത്മിക ദേഹം കിട്ടും, സച്ചിദാനന്ദമായിട്ടുള്ള ദേഹം കിട്ടും, നമ്മളുടെ സ്വരൂപം നമുക്ക് തിരിച്ചു കിട്ടും. അതുവരെ നമ്മുടെ സ്വരൂപത്തിനെ നമ്മൾ മാറ്റിയിട്ട് ടെമ്പററി ആയിട്ടുള്ള ഈ ഭൗതിക ശരീരം വെച്ചിട്ട് നമ്മൾ കളിക്കുകയാണ് നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആ വ്രജം ഭൂമിയിലെ ഗോലക വൃന്ദാവനത്തില് നമ്മുടെ സ്വരൂപത്തിൽ ഭഗവാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഭഗവാനുമായിട്ട് ലീലകൾ പങ്കെടുത്തിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് ഈ ഏതെങ്കിലും ഒരു ഭാവത്തിൽ, ഏതെങ്കിലും ഒരു മെലോസിൽ. നായം സുഖാപോ ഭഗവാൻ ദേഹിനാം ഗോപികാസുതാ ജ്ഞാനിനാം ചാത്മഭൂതാനാം യഥാ ഭക്തി മതാം ഇഹ. നായം സുഖാപോ ഭഗവാൻ ദേഹിനാം ഗോപികാസുതഃ ജ്ഞാനിനാം ചാത്മഭൂതാനാം യഥാ ഭക്തി മദാമിഹ. Chaitanya Mahaprabhu then quoted, the Supreme Personality of Godhead Krishna, the son of Mother Yashoda, is accessible to those devotees engaged in spontaneous loving service, but is not as easily accessible to mental speculators, to those striving for self-realization by severe austerities and penances, or to those who consider the body the same as a self. ചൈതന്യ മഹാപ്രഭു പിന്നീട് പറഞ്ഞു, ഭഗവാൻ ഇത് യശോദമ്മയുടെ മകനെ ഈസ് accessible. ആർക്കാണ് access ചെയ്യാൻ പറ്റുക? സ്പോണ്ടേനിയസ് ലവിങ് സർവീസ്. എന്താണ് സ്പോണ്ടേനിയസ് ലവിങ് സർവീസ് പറഞ്ഞാൽ? ആർക്കാണ് ഭഗവാൻ അപ്രോച്ച് ചെയ്യാൻ പറ്റുക? സ്പോണ്ടേനിയസ് ലവിങ് സർവീസ്. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചന. എന്താണ് സ്പോണ്ടേനിയസ് ലവിങ് സർവീസ്?
ഭക്തിയോടുകൂടി വാത്സല്യരസത്തിലോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിവോഷണൽ സർവീസ് ചെയ്താൽ മാത്രമേ. അങ്ങനെയാണോ പ്രഭു? അതിനെന്താണ് സംസ്കൃത് ടേം? ശുദ്ധഭക്തരാ. ശുദ്ധഭക്തരാവണം, അതെ. പക്ഷെ അതിന് നമ്മൾ പറയുന്നത് എന്താണ്? എത്ര തരത്തിലുള്ള ഭക്തിയുണ്ട്? പ്രേമഭക്തി, മാധുര്യഭക്തി. അല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്. വൈദ്യ സാധന ഭക്തി, രാഗാനുഗ ഭക്തി. രാഗാനുഗ ഭക്തി. ഇതാണ് രാഗാനുഗ ഭക്തി. ഓക്കെ, വൈദ്യ സാധന ഭക്തി, രാഗാനുഗ ഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി. ഓക്കെ, ഇതില് സ്പോണ്ടേനിയസ് ലവിങ് സർവീസ് രാഗാനുഗ ഭക്തി. നമ്മൾ എന്താണ് ഫോളോ ചെയ്യുന്നത്? നമ്മൾ വൈദ്യ ഭക്തി. സാധന ഭക്തി. വൈദ്യ സാധന ഭക്തിയിൽ നമ്മൾ രാഗാനുഗ ഭക്തിയിലേക്ക് കയറണം. അതിന് നമ്മള് ആരെയാണ് മോഡലാക്കേണ്ടത്? ബ്രജ്വാസിയിലെ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല പ്രഭു, കട്ടായി പോണ സൗണ്ട്. ഹരേ കൃഷ്ണ. പുതിയ പ്രഭു വന്നത് ക്ലിയറല്ലേ പ്രഭു? അതെ, മാതാജിയുടെ ധ്രുവ ആരാണ് സംഭവം, ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ? അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇടറിച്ച കേൾക്കണം. എല്ലാവരും മ്യൂട്ടാക്കിയാൽ ചിലപ്പോ ശരിയാവുണ്ടാവും. ചെറിയ പ്രശ്നമായിരിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കേൾക്കുന്നുണ്ട് പ്രഭു. കേൾക്കുന്നുണ്ടോ? ഉണ്ട് പ്രഭു. ഓക്കെ, മ്യൂട്ടാക്കിയപ്പോ ശരിയായി. ഹരി ബോൾ. ഓക്കെ, അപ്പോ നമ്മള് രാഗാനുഗ ഭക്തിയാണ്, അല്ല നമ്മൾ സോറി വൈദ്യ സാധന ഭക്തിയാണ്. അപ്പൊ നമ്മള് ഇവരെ റോൾ മോഡലായിട്ട് എടുക്കണം, വ്രജവാസികളെ. എന്നിട്ട് അവരുടെ പാതയിൽ കൂടെ അവരുടെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. അങ്ങനെ നമ്മൾ രാഗാനുഗ ഭക്തി. അപ്പൊ രാഗാനുഗ ഭക്തി പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ലവിങ് സർവീസ്. നമ്മൾ 24 മണിക്കൂറും ഭഗവാന്റെ ചിന്തയല്ലാണ്ട് വേറൊന്നുണ്ടായിരിക്കില്ല ആ ഇതില്. നമ്മളിപ്പോ അതല്ല, ഇപ്പോ നമ്മൾ റെഗുലേറ്റ് ചെയ്യാണ്, റെഗുലേറ്റഡ് ഡിവോഷണൽ സർവീസ് ആണ് വൈദ്യ സാധന. റെഗുലേഷൻ കൂടെ നമ്മൾ ഭഗവാനെ എപ്പോഴും സ്മരിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ 2 മണിക്കൂർ നാമജപം ചെയ്യുന്നുണ്ട്, കുറച്ച് ഭഗവത്ഗീത ഭാഗവതം വായിക്കുന്നുണ്ട്, ഡേറ്റി സർവീസ് ചെയ്യുന്നുണ്ട്, മറ്റുള്ള സ്തുതികളെല്ലാം ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ ഭഗവാനെ കൂടുതൽ ഓർക്കുന്നത്. ആ സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് ഒരു അറ്റൻഷൻ, ഒരു ഫോക്കസ് കിട്ടുന്നില്ല. അപ്പോഴും മനസ്സ് പല സ്ഥലത്തും പോയിക്കൊണ്ടേയിരിക്കും, അല്ലേ? ഭഗവാന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് ജീവിക്കുമ്പോഴും മനസ്സ് വേറെ എവിടെ ആയിരിക്കും. പക്ഷേ സ്പോണ്ടേനിയസ് ലവിങ് ഡിവോഷണൽ സർവീസിൽ, രാഗാനുഭക്തിയില്, ഈവൻ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ മനസ്സ് എവിടെയായിരിക്കും? ഭഗവാന്റെ കാര്യങ്ങളിലായിരിക്കും ഫോക്കസ്. ഇപ്പൊ 24 മണിക്കൂറും അവർക്ക് ഒരേ ചിന്തയുള്ളൂ, ഭഗവാന്റെ ചിന്തയുള്ളൂ, ഭഗവാന്റെ സേവ മാത്രമേ ഉള്ളൂ. അവർ ഇപ്പൊ കിച്ചണിലായിരിക്കും, അവിടുത്തെ മാതാജിമാര് കിച്ചണിൽ ജോലി ചെയ്യായിരിക്കും, ചിലപ്പോൾ കുട്ടികളെ നോക്കിയായിരിക്കും, കുട്ടികളെ കുളിപ്പിക്കായിരിക്കും, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയായിരിക്കും. പക്ഷെ ചിന്ത എവിടെ? മനസ്സെവിടെ? ഭഗവാനിൽ. നമ്മുടെ നേരെ ഉൾട്ടാണ്, നമ്മൾ ചാൻഡ് ചെയ്യായിരിക്കും, നമ്മുടെ മനസ്സെവിടെ? കിച്ചണിൽ, അല്ലെങ്കിൽ സ്കൂളിൽ, അല്ലെങ്കിൽ ഓഫീസിൽ, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത്. ഇതാണ് വ്യത്യാസം, റെഗുലേറ്റഡ് ആൻഡ് സ്പോണ്ടേനിയസ്. അപ്പൊ നമ്മൾ ആ സ്പോണ്ടേനിയസ്, അതായത് രാഗാനുഗ ഭക്തിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ 24 മണിക്കൂറും ഭഗവാനെ സ്മരിച്ചിരിക്കുക ആവരുത്. ഇവിടെ 24 മണിക്കൂറല്ല, നമ്മൾ ചെയ്യുന്ന അത് ഭഗവാന്റെ ആ സേവ ചെയ്യുന്ന സമയത്തും കൂടി ഭഗവാനെ നമുക്ക് പൂർണ്ണമായിട്ടും ഓർക്കാനുള്ള ആ ഒരു മനസ്സുണ്ടായിരിക്കില്ല. അപ്പൊ അതാണ് വൈദ്യ സാധന ഭക്തി ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ഒരു ചവിട്ടുപടിയാണ് രാഗാനുഗ ഭക്തിയിൽ. അപ്പൊ ആ രാഗാനുഗ ഭക്തി നമ്മുടെ രാഗാത്മിക ഭക്തരുടെ പാതയിലൂടെ പിന്തുടരണം. ബട്ട് ഈസ് നോട്ട് ആസ് ഈസിലി accessible ടു മെന്റൽ സ്പെക്കുലേറ്റേഴ്സ്. അജ്ഞാനികൾക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഭഗവാനെ പ്രാപിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ എന്താണ് മാർഗം? ജ്ഞാനമാർഗമാണ്. അവരുടെ എന്താണ്? എക്സ്പെരിമെന്റ് എല്ലാം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, എക്സ്പെരിമെന്റ്.
അപ്പൊ അത് ഇത്ര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണ്. അതിനാണ് പൂച്ചയുടെയും കുരങ്ങന്റെയും ആ ഒരു ഉദാഹരണം പറഞ്ഞത്. ആൻഡ് ടു ദോസ് സ്ട്രൈവിംഗ് ഫോർ സെൽഫ് ബൈ സർവീസ് ഓസ്റ്ററിറ്റീസ് ആൻഡ് ഫിനാൻസസ്, പിന്നെ അഷ്ടാംഗ യോഗികൾക്കും ഭഗവാനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓർ ടു ദോസ് ഹു കൺസിഡർ ബോഡി ആസ് എ സെയിം, പിന്നെ ശാരീരിക അവബോധത്തിലുള്ളവർക്കും ഭഗവാനെ പ്രാപിക്കാൻ, ഭഗവാനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ചൈതന്യ മഹാപ്രഭു ആരോട് പറയുന്നത്? വെങ്കടഭട്ടോട് പറയുന്നത്. അപ്പൊ ആർക്കാണ് ഈസി? ആർക്കാണ് ഈസി? ഭക്തന്മാരെ പറ്റി പറഞ്ഞു, ജ്ഞാനികളെ പറ്റി പറഞ്ഞു, യോഗികളെ പറ്റി പറഞ്ഞു, കർമ്മികളെ പറ്റി പറഞ്ഞു. ആർക്കാണ് ഭഗവാനെ കിട്ടുക? ഭക്തന്മാർക്ക്. ഭക്തന്മാർക്ക്. ഭക്ത്യാമാം അഭിജാനാതി, ഭക്തന്മാർക്കേ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ അതിലേക്ക് ഉള്ള ഒരു മുന്നോടിയായിട്ട് മാത്രം കണക്കാക്കാം, ഏതാ ഭക്തിയിലേക്ക്. അപ്പൊ കർമ്മം ചെയ്യണം, ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഏതിപ്പോ ഭക്തന്മാരും ചെയ്യുന്നുണ്ട്, ജ്ഞാനികളും ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യണം. പക്ഷെ കർമ്മിയാനും ശരി, ജ്ഞാനിയാനും ശരി, യോഗിയാനും ശരി, അവസാനം ഭക്തി മാർഗത്തിൽ എത്തിയാണ് ശരിക്കും ഭഗവാനെ പറ്റി അറിയാനുള്ള അർഹത അല്ലെങ്കിൽ യോഗ്യത അവർക്ക് കിട്ടുന്നുള്ളൂ. അല്ലാത്തവർക്ക് യോഗ്യത കിട്ടുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. The son of Mother Yashoda is accessible to those devotees engaged in spontaneous devotional service, but is not as easily accessible to mental speculators, to those striving for self-realization by severe austerities and penances, or to those who consider the body the same as the self. എത്ര ക്ലിയർ ആയിട്ടാണ് ചൈതന്യ മഹാപ്രഭു വെങ്കട്ഭട്ടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഭക്തന്മാരുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഭക്തന്മാരെ ഇവരെല്ലാവരെക്കാളും ഉയർന്ന തലത്തിലാണ്. അവർക്ക് ഈസിയാണ് ഭഗവാനെ മനസ്സിലാക്കാൻ, റിയലൈസ് ചെയ്യാൻ. മറ്റുള്ളവർക്ക് സമയമെടുക്കും. This verse also given in Madhya Leela 8.227 is quoted from Srimad Bhagavatam 10.9.21. അപ്പോൾ ഇത് ശ്രീമദ് ഭാഗവത്തിലെ ശ്ലോകമാണ്. നായം സുഖാപോ ഭഗവാൻ ദേഹിനാം ഗോപികാ സുധാ ജ്ഞാനിനാം ചാത്മഭൂതാനാം യഥാഭക്തി മതം ഇഹ. ഭാഗവതത്തിലത്തെ ശ്ലോകമാണ് ഇത്. മധ്യലീലയിലും കൊടുത്തിട്ടുണ്ട് 8.227. ടെക്സ്റ്റ് 133. ശ്രുതിഗണ ഗോപീഗണേരാ അനുഗതാഹനാം വ്രജേശ്വരി സുധാ ഭജേ ഗോപി ഭാവലാന. ശ്രുതിഗണ ഗോപീഗണേര അനുഗതാഹന വ്രജേശ്വരി സുധാ ഭജേ ഗോപി ഭാവലാന. The authorities in the Vedic literatures who are known as the Shrudiganas worshipped Lord Krishna in the ecstasy of the gopis and followed in their footsteps. അവർക്ക് എന്തായത് ശ്രുതിചാരി ഗോപീസ് അല്ലെങ്കിൽ ശ്രുതിഗണാസിന് എങ്ങനെയാണ് ഈ അവസരം കിട്ടിയത്, ഈ ഭാഗ്യം കിട്ടിയത്? അവരെ ആരെ ഫോളോ ചെയ്തു? ഇൻ ദ എക്സ്റ്റസി ഓഫ് ദ ഗോപീസ്, ഗോപികമാരുടെ പാത പിന്തുടർന്നു അല്ലേ? ഇൻ ദ എക്സ്റ്റസി ആൻഡ് ഫോളോഡ് ഇൻ ദർ ഫുഡ് സ്റ്റെപ്സ്. അതുകൊണ്ടാണ് അവർക്ക് പറ്റിയത് ശ്രുതിഗണാസ്. The authorities in the Vedic literature who are known as Shrudiganas decide to enter into Lord Sri Krishna's rasa dance. Therefore, they began to worship the Lord in the ecstasy of gopis. അപ്പോൾ അവരുടെ ആ ഒരു എക്സാമ്പിൾ, ഉദാഹരണം, അവരെ റോഡ് മോഡലാക്കിയിട്ട് അവരെ ഉപാസിക്കാൻ തുടങ്ങി, ഭഗവാനെ പ്രാർത്ഥിക്കാൻ. In the beginning, however, they were unsuccessful. Initially, അവർക്ക് വിജയം കിട്ടിയില്ല. When they could not enter the dance simply by thinking of Krishna in the ecstasy of gopis, they actually accepted bodies like those of the gopis. എപ്പോഴാണ് അവർക്ക് എൻട്രി കിട്ടിയത്? When they could not enter the dance simply by thinking of Krishna in the ecstasy of gopis, actually accepted bodies like those gopis. ഗോപികമാരുടെ വേഷം, ആ ശരീരം എടുത്തു. അപ്പൊ അവർക്ക് acceptance കിട്ടി. They even took birth in Brajabhumi just like the gopis, and consequently they became engrossed in the ecstasy of the gopis' love. In this way, they were allowed to enter into the Rasa Leela dance of the Lord. അവർ ബ്രജഭൂമിയിൽ ജന്മമെടുത്തു, അവർ ഗോപികമാരുടെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്തു. അങ്ങനെ ഗോപി വേഷത്തിനും ഗോപി ഭാവത്തിനും അവർ വന്നപ്പോൾ മാത്രമാണ് അവർക്ക്
ഈ രാസ ഡാൻസിൽ അക്സെപ്റ്റൻസ് കിട്ടിയത്. ബാഹ്യാന്തരേ ഗോപീദേഹ വ്രജേയാബേ പൈല സേ ദേഹേ കൃഷ്ണ സംഘേ രാസ ക്രീഡാകൈല. ബാഹ്യാന്തരേ ഗോപീദേഹ വ്രജേയബേ പൈല സേ ദേഹേ കൃഷ്ണ സംഘേ രാസ ക്രീഡാ കൈല. The personified authorities on the Vedic hymns acquired bodies like those of the gopis and took birth in Vrajabhumi. In those bodies, they were allowed to enter into the Lord's Rasa Leela dance. അപ്പോൾ ഈ പേഴ്സണിഫൈഡ് വേദാസ് അവരെ ആരെ പോലെ ശരീരമെടുത്തു? ഗോപികമാരെ പോലെ. എന്നിട്ട് അവരെ വ്രജഭൂമിയിൽ ജനിച്ചു. അപ്പൊ ആ ശരീരത്തിൽ അവർക്ക് അവിടെ പ്രവേശനം ലഭിച്ചു. എവിടെ? ഭഗവാന്റെ രാസലീല. പക്ഷെ ലക്ഷ്മിജിക്ക് അപ്പോഴും കിട്ടിയില്ല. കാരണം ലക്ഷ്മിജിയുടെ വേഷത്തോടുകൂടി ഭാവത്തോടുകൂടി ആ ശരീരത്തോടു കൂടിയിട്ട് പോകാനുള്ള ആഗ്രഹത്തിലാണ് അവിടെ. അത് നടക്കില്ല. ലക്ഷ്മിജിക്ക് നാരായണുമായിട്ട് മാത്രമേ പറ്റുള്ളൂ, എൻട്രി ഉള്ളൂ. പക്ഷെ കൃഷ്ണന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഗോപികമാരുടെ മൂടും ഗോപികമാരുടെ വേഷവും ശരീരം കിട്ടണം എന്നാൽ മാത്രമേ അവിടെ. അതാണ് അവിടെ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്. ഗോപജാതി കൃഷ്ണ ഗോപി പ്രേയസി തൻഹാരാം ദേവി മാ അന്യ സ്ത്രീ കൃഷ്ണ നകാരേ അംഗീകാര. ഗോപജാതി കൃഷ്ണ ഗോപി പ്രേയസി തൻഹര ദേവി വാ അന്യ സ്ത്രീ കൃഷ്ണ നകാരേ അംഗീകാര. Lord Krishna belongs to the cowherd community. ഗോപാലന്മാരാണ്. ഗോക്കളെ പരിചരിക്കുന്നവരാണ്. ആ കമ്മ്യൂണിറ്റി എന്നാണ് അല്ലെ ചുരുക്കത്തിൽ വൈശ്യ കമ്മ്യൂണിറ്റി. ആൻഡ് ദ ഗോപീസ് ആർ ദ ഡിയർമോസ്റ്റ് ലവേഴ്സ് ഓഫ് കൃഷ്ണ. Although the wives of the denizens of the heavenly planets are most opulent within the material world, neither they nor any other women in the material universe can acquire Krishna's association. അതായത് ഭഗവാന്റെ ആ സംഘം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈവൻ ഹയർ പ്ലാനറ്ററി സിസ്റ്റത്തിലെ സ്വർഗലോകത്തിലെ ഡെനിസൻസിനും വളരെ ഐശ്വര്യത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. ഓപ്പുലന്റ് വിത്ത് മെറ്റീരിയൽ വേൾഡ്. ഓക്കെ, അവർക്കോ ഓർ എനി അതർ വുമൺ ഇൻ ദ മെറ്റീരിയൽ യൂണിവേഴ്സ്, വേറെ ഏത് സ്ത്രീകൾക്കും ഈ പ്രപഞ്ചത്തിലെ ഭഗവാന്റെ അലീലകൾ പങ്കെടുക്കാൻ പറ്റില്ല, എത്ര തന്നെ ഐശ്വര്യമുണ്ടെങ്കിലും ശരി. അപ്പോൾ ഭഗവാന്റെ കൂടെ രാസലീല പങ്കെടുക്കണമെങ്കിൽ മെയിനായിട്ട് ഗോപി ഭാവം, ഗോപി ഭേഷ്, ഇതാണ് അതിൻ്റെ ക്വാളിറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഈ ശ്രുതിചാരി ഗോപീസ് എന്ന് പറയുന്നത്. അവരും കൂടി ബ്രജഭൂമിയിൽ ജനിച്ചു. ആ ഗോപി ഭാവത്തിൽ അവരെ പിന്തുടർന്ന് ഗോപികളായിട്ട് അവർ ഇതിൽ പങ്കെടുത്തു. ലക്ഷ്മി ചാഹേ സേ ദേഹേ കൃഷ്ണേര സംഗമ ഗോപികാനുഗാഹന ന കൈല ഭജന. ലക്ഷ്മി ചാഹേ സേ ദേഹേ കൃഷ്ണേര സംഗമ ഗോപിക അനുഗാഹന ന കൈല ഭജന. The goddess of fortune, Lakshmi, wanted to enjoy Krishna and at the same time retain her spiritual body in the form of Lakshmi. ഇതാണ് ലക്ഷ്മിജിക്ക് അവിടെ എക്സസ് കിട്ടാത്തത്, അവിടെ എൻട്രി കിട്ടാത്തത്. എന്താണ്? ലക്ഷ്മി ദേവി ഭഗവാൻ കൃഷ്ണനായിട്ട് ഷി വാണ്ടഡ് ടു എൻജോയ് ഇൻ രാസ ഡാൻസ് അല്ലെ, രാസലീലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു. അതേസമയം തൻ്റെ സ്പിരിച്വൽ ഐഡന്റിറ്റി റിട്ടൈൻ ചെയ്യാൻ ആഗ്രഹിച്ചു. ഷി ഡസൻറ്റ് വാണ്ട് ടു ബിക്കം ഗോപി ആവണ്ട, ലക്ഷ്മിയുടെ വേഷത്തിലും ലക്ഷ്മിയുടെ ഭാവത്തിലും രാസ ഡാൻസിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു. ഷീ ഡിഡ് നോട്ട് ഫോളോ ഇൻ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദ ഗോപീസ്. ഗോപികമാരുടെ ആ പാത, ഗോപികമാരുടെ ഫുഡ് സ്റ്റെപ്സിൽ ഫോളോ ചെയ്യാൻ ചെയ്തില്ല. ഇന്നർ വേർഷിപ്പ് ഓഫ് കൃഷ്ണ. സോ ഇതാണ് ലക്ഷ്മിജിക്ക് അവിടെ എൻട്രി കിട്ടാത്തത്. ഇത്ര വലിയ പദവി ഇരുന്നിട്ടും, നാരായണന്റെ കൺസേർട്ടായിട്ടും ലക്ഷ്മിജിക്ക് കിട്ടിയില്ല, ബാക്കിയുള്ളവർക്ക് കിട്ടി. ശ്രുതി ഗണാസിന് കിട്ടി അല്ലേ, പക്ഷെ ലക്ഷ്മിജിക്ക് കിട്ടിയില്ല. കാരണം ഷീ വാണ്ടഡ് ടു റിട്ടൈൻ ഹെർ ഐഡന്റിറ്റി ആസ് ലക്ഷ്മിജി. അന്യദേഹേ ന പായേ രാസവിലാസ
अतएव नायं श्लोक कहे वेदव्यास. अन्यदेहेन पाये रासविलास अद एव नायं श्लोक कहे वेदव्यास. Vyasadeva, the supreme authority on Vedic literature, composed the verse beginning Nayam Sukhapo Bhagwan, because no one can enter into the Rasa Leela dance in any body other than that of Gopi. അതാണ് ആ ശ്ലോകം പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ആ ശ്ലോകം. നായം സുഖാപോ ഭഗവാൻ. വ്യാസദേവൻ എന്താ പറയുന്നത്? ഹീസ് സുപ്രീം അതോറിറ്റി ഇൻ ദ വേദിക് ലിറ്ററേച്ചർ. സുപ്രീം അതോറിറ്റിയാണ്, അതിലും ഇത് വേറൊരു അതോറിറ്റി ഇല്ല. അപ്പൊ ഈ വേഴ്സ് തുടങ്ങിയത് നായം സുഖാപോ ഭഗവാൻ, ബിക്കോസ് നോ വൺ ക്യാൻ എൻ്റർ ഇൻ ടു ദ രാസലീല. ആർക്കും രാസലീലയിൽ പ്രവേശനമില്ല ഗോപികമാരാണ്. അപ്പൊ ഗോപി ഭാവം ഗോപി വേഷത്തിലുണ്ടെങ്കിൽ മാത്രം. ഗോപികമാരുടെ ഭാവം എന്താണ്? അതായിരിക്കണം രാസലീലയിൽ പങ്കെടുക്കുന്ന വ്യക്തിയുടെ ഭാവം, ഗോപി വേഷം. അപ്പൊ നാരദ മഹർഷിക്കും ശിവഭഗവാനും ഇത് കിട്ടി. അവര് എന്താ പറയാ, ഏത് കൊണ്ടിലാണ് എവിടെ പോയിട്ട് കുളിച്ചത്? പ്രേം സരോവറിലോ. അവിടെ പോയിട്ട് കുളിച്ചെഴുന്നപ്പോൾ അവർക്ക് ഗോപി വേഷം ഗോപി ഭാവം കിട്ടി അല്ലേ? എന്നിട്ടാണ് അവർക്ക് രാസലീലയിൽ എൻട്രി കിട്ടിയത്. So this verse confirm a verse of the Bhagavad Gita 9.24. Yanti deva vrata devan pidrayanti pidravrata bhudani yanti bhudechya yanti madhyaji nopi mam. 925 ഭഗവത്ഗീതയിൽ പറയുന്നത് കൃഷ്ണൻ, അതായത് ആരെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് കിട്ടും. നമ്മൾ ദേവന്മാരെ പ്രാർത്ഥിച്ചാൽ ദേവലോകത്തേക്ക് പോകും, പിതൃക്കളെ പ്രാർത്ഥിച്ചാൽ പിതൃലോകത്തേക്ക് പോകും, ഭൂതഗണങ്ങളെ പ്രാർത്ഥിച്ചാൽ അവരായിട്ട് ജീവിക്കും, എന്നെ പ്രാർത്ഥിച്ചാൽ എൻ്റെ അടുത്ത് വരും. അപ്പൊ കൃഷ്ണനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കൃഷ്ണനെ എങ്ങനെ ഉപാസിക്കണം? അത് പ്രകാരം ഉപാസിക്കണം. ആ ഉപാസനയാണ് ഗോപികുമാരുടെ ഉപാസന. അപ്പൊ ഗോപി ഭാവത്തിൽ പോയാൽ മാത്രമേ കൃഷ്ണന്റെ, എസ്പെഷ്യലി ഏത് രസമാണ് ഇവിടെ സംസാരിക്കുന്നത്? ഏത് മെല്ലാണ്? മാധുര്യരസം. ഓക്കെ, അതാണ് ടോപ്പ് മോസ്റ്റ്. ഓക്കെ, രസങ്ങളില് എല്ലാ രസം അത് പൂർണ്ണത ആണെങ്കിലും കൂടിയിട്ട് ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള രസം, ടെക്നിക്കലി സ്പീക്കിംഗ്, അത് മാധുര്യം. ദാസ്യരസത്തിനും വാത്സല്യരസത്തിനും സഖ്യരസത്തിനും എല്ലാം എല്ലാവർക്കും 100% സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എങ്കിലും കൂടി നമ്മുടെ ഹൈറാർക്കിലി നോക്കുമ്പോൾ മാധുര്യരസമാണ് ടോപ്പ്. So Lord Krishna said, those who worship the demigods will take birth among the demigods. Those who worship the ancestors go to the ancestors. Those who worship ghosts and spirits will take birth among such beings. And those who worship me will live with me. അപ്പോൾ ഇതാണ് നമ്മൾ അന്യദേവതമാരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഗുണം? സെയിം റിസൾട്ടാണോ കിട്ടുന്നത് ചോദിച്ചാൽ അല്ല. എല്ലാ വഴിയും ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ? നമ്മൾ ദേവി ദേവതന്മാരെ പ്രാർത്ഥിച്ചാൽ അവിടേക്കേ എത്തുള്ളൂ, നമ്മൾ ഗോലോകത്തിലേക്ക് എത്തില്ല. ഗോലോകത്തിലേക്ക് എത്തണമെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ തന്നെ പ്രാർത്ഥിക്കണം. സ്പെസിഫിക്കലി നമ്മൾ ഈ 3 ഭാവത്തിലായിരിക്കണം: സഖ്യ, വാത്സല്യ ആൻഡ് മാധുര്യ. നമ്മളുടെ സ്വരൂപം അനുസരിച്ചിട്ട് ദാസ്യം പറ്റും. എല്ലാം ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഈ 3 ഭാവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ ദ മെറ്റീരിയൽ വേൾഡ് every conditioned soul changes his material body again and again. But when the spirit soul is purified of all material coverings, there is no longer a chance of his accepting a material body. നമ്മൾ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ശരീരം കിട്ടില്ല. അതുവരെ നമ്മുടെ ശരീരം മാറിക്കൊണ്ടേയിരിക്കും, നമ്മളുടെ കർമ്മത്തിന്റെ ആഗ്രഹത്തിന്റെ അനുസരിച്ച്. നമ്മളുടെ പൂർണ്ണമായിട്ടുള്ള ആ ശുദ്ധി നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭൗതിക ശരീരം കിട്ടില്ല, ആധ്യാത്മിക ശരീരം കിട്ടും. Such a soul then remains in its original spiritual identity, state that is possible to achieve only by understanding Krishna in truth through the practice of Krishna consciousness. അങ്ങനത്തെ ഒരു ആത്മാവിന് മാത്രമാണ് ആ സ്പിരിച്വൽ ഐഡന്റിറ്റി, സച്ചിദാനന്ദമായിട്ടുള്ള
ആ ഒരു ശരീരം കിട്ടുന്ന സച്ചിദാനന്ദമായിട്ടുള്ള ശരീരത്തിൽ മാത്രമേ ഭഗവാനുമായിട്ട് നമുക്ക് ഭഗവാന്റെ ലോകത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ആസ് കൃഷ്ണ സേസ് ഇൻ ഭഗവത്ഗീത, ജന്മ കർമ്മച്ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാദേഹം പുനർജന്മ നൈതി മാം ഏതി സ്വാർജുന. One who knows the transcendental nature of my appearance and activities does not, upon leaving the body, take his birth again in this material world, but attains my eternal abode, Arjuna. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ആ ആവിർഭാവം, അദ്ദേഹത്തിന്റെ കാര്യങ്ങളും പ്രവൃത്തികളെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാന്റെ ധാമിലേക്ക് പോവും എന്ന് അർജുനോട് ഭഗവാൻ പറയുന്നു. Only when one regains original spiritual body can he enter in the spiritual kingdom. നമ്മുടെ ഈ ശരീരമുണ്ട്, ഭൗതികമായിട്ടുള്ള ശരീരമുണ്ട്, നമുക്ക് ഭഗവാന്റെ ധാമിലേക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ സ്പിരിച്വൽ ബോഡി മാത്രമല്ല, ആധ്യാത്മിക ശരീരം മാറി നമുക്ക് അവിടെ എത്തിയുള്ളൂ. As far as the Rasalila pastimes of the Lord are concerned, it's futile for one who is in the material world to attempt to imitate the Lord's dances. ഈ ഭൗതിക ലോകത്തുള്ള ഒരാളും ഭഗവാൻ ചെയ്യുന്ന ആ രാസലീലകൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക, അനുകരിക്കാൻ പഠിക്കുന്നത് അത് ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ് ആയിരിക്കും. ഒരിക്കലും അത് നമുക്ക് ചെയ്യാൻ പാടില്ല. One has to attain a spiritual body like that of a mermaid to enter into the pastimes of Rasalila. In the 9 Sukha words, the devotees are referred to as Bhaktimat, that is fully engaged in word service, devoid of material contamination. ഭൗതികതലത്തിലുള്ള യാതൊരു അനർത്ഥങ്ങളും കൽമശങ്ങളും അവർക്കില്ല. അവർക്ക് പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവയിൽ യുക്തമായിട്ടുള്ള ആൾക്കാരാണ്. One cannot enter into Krishna's Rasalila dance simply by artificially imitating it or artificially thinking oneself is a key, dressing up like one. അതായത് സാരി കിടന്നിട്ട് രാധ അല്ലെങ്കിൽ ഗോപികമാരുടെ ഒക്കെ വേഷത്തില് ഓരോ പോകുന്ന കാണാം. സ്വയം ഗോപികമാരായിട്ട് ചിന്തിച്ചിട്ട് ഒരു ഭഗവാനായിട്ട്, പക്ഷെ അത് നടക്കുമോ? വേഷം മാത്രമേ ഉള്ളൂ, ഭാവമില്ല. പോലീസിന്റെ വേഷമുണ്ട്, അല്ലെങ്കിൽ ഡോക്ടറുടെ വേഷമുണ്ട്, ഡോക്ടർ അല്ല, അല്ലെങ്കിൽ പോലീസല്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അതേപോലെ വെറും വേഷം സാരി എടുത്താലൊന്നും ഗോപിയാവില്ല. ഉള്ളിലത്തെ ഭാവം ഗോപികണമായിരിക്കണം, അപ്പം മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ആണ് ഇവിടെ പ്രഭാത അങ്ങനത്തെ ആൾക്കാരാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. തിങ്കിങ് വൺ സെൽഫ് എസ് എ കീ, ഡ്രസ്സിങ് അപ്പ് ലൈക്ക് വൺ. ഓക്കെ, അവരെ പോലെ ഡ്രസ് ചെയ്തുകൊണ്ട് ഗോപിയാവില്ല. നമ്മളുടെ മനസ്സിന്റെ പരിവർത്തനം നടക്കണം, അപ്പോൾ മാത്രമേ ട്രാൻസ്ഫോർമേഷൻ നടക്കണം. കൃഷ്ണാസ് രാസലീല ഡാൻസ് ഈസ് കംപ്ലീറ്റ്ലി സ്പിരിച്വൽ. നമ്മൾ സാധാരണ ഒരു സ്ത്രീ പുരുഷ ബന്ധോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള ഒരു മെറ്റീരിയൽ ലവിങ് അഫെയർ അല്ല ഭഗവാന്റെ രാസലീല ഡാൻസും ഭഗവാന്റെ ആ റിലേഷൻഷിപ്പും ഭക്തന്മാരായിട്ടുള്ളത്. അത് ടോട്ടലി സ്പിരിച്വൽ ആണ്, അത് ദിവ്യതലത്തിലാണ്. 3 ഗുണങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ വളരെ ലൈറ്റ്ലി എടുക്കാൻ പാടില്ല, വളരെ ചീപ്പായിട്ട് എടുക്കാൻ പാടില്ല. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മെറ്റീരിയൽ കണ്ടമിനേഷൻ. 3 ഗുണങ്ങളിലും അതീതമായി നിൽക്കുന്നതാണ് അത്. Therefore, no one can enter into this pastime by artificial material means. കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഭഗവാന്റെ പാസ്റ്റൈംസിലെ ലീലകളിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആ ശുദ്ധീകരണം അല്ലെങ്കിൽ ഒരു ശുദ്ധി, അതിന്റെ പവിത്രത നമുക്ക് കിട്ടിയില്ല, അതിന്റെ യോഗ്യത നമുക്ക് കിട്ടിയില്ല. അത് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് അതിലേക്ക് പ്രവേശനം ലഭിക്കുള്ളൂ. ദാറ്റ് ഈസ് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ 9 Sukhapo verse and it must be strictly understood. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള റൈറ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, 132. ഓക്കെ, ഇത് 132 ഇതില്, പക്ഷേ ഇത് ഭാഗത്തില് 10.9.21 10.9.21. അപ്പൊ ഇത് അടുത്തത് 138 നെക്സ്റ്റ് ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय। श्री प्रभुपाद की जय। गुरु महाराज की जय।